സിദ്ധു സിദ്ധു എന്നെ അങ്ങനെ വിരട്ടി അകറ്റാനൊന്നും നോക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, ദേവികയെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്കല്ലേ നന്ദനെ പറഞ്ഞയച്ചിരിക്കുന്നത്? അതെ, അവിടെ തന്നെയാ നന്ദനുള്ളത്. ദൂരെ ഒരിടത്ത് ദേവിക ഒളിച്ച് താമസിക്കുന്നുണ്ട്. അവിടേക്ക് തന്നെയാ നന്ദനും പോയിട്ടുള്ളത്. പോലീസ് കണ്ടെത്താത്ത തരത്തിൽ രണ്ടുപേരും സുരക്ഷിതരാ. ദേവികയ നന്ദന് വെച്ചുളമ്പി കൊടുക്കുന്നത്. തീർന്നില്ലേ? ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എതിനെ നീ വന്നേ. നന്ദൻ എവിടെയാ ഉള്ളതെന്ന് ഇവർക്കറിയാം. അല്ലെങ്കിൽ ദേവിക എവിടെയാണോ ഉള്ളത് അവിടേക്കാവും നന്ദൻ പോയിട്ടുണ്ടാവുക. എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചല്ലേ പറ്റൂ. എന്താ സാറേ? മുരളി ഓട്ടോയിൽ നിന്ന് കാറിലേക്കായോ? ഓട്ടോക്കാർക്ക് ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ സാറേ? ആ ഉണ്ടാവും ഉണ്ടാവും. തൽക്കാലം നീ ഇങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾ മുരളിയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആണോ? എന്താ സാറേ കാര്യം? എന്താ കാര്യമൊന്നും മുരളി അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അറിഞ്ഞില്ല. ഞാനേ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. മുരളി ഫോൺ കൊണ്ടു നടക്കാറില്ലല്ലേ? എനിക്ക് ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. അതിന് ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓർത്തോ ഡോക്ടറെ കൂടി കണ്ടുവച്ചേക്ക്. എല്ലിന്റെ ഡോക്ടറെ. ഒടുവും ചതവൊക്കെ ഉണ്ടായാലേ ഒരാള് പരിചയത്തിലുണ്ടാവുന്നത് നല്ലതാ. നിന്റെ ഭാര്യ പറഞ്ഞു നീ നന്ദനെ കാണാൻ പോയേക്കായിരുന്നു. നന്ദനുമായിട്ട് എവിടെ വെച്ചടാ തമ്മിൽ കണ്ടത്? നന്ദനുമായിട്ട് തമ്മിൽ കണ്ടെന്നോ? ആര് കണ്ടു എന്നാ സാറേ? ആര് കണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലോ. വേണ്ട സാറേ. പിന്നെ നീ എവിടെ പോയതാടാ? ഞാൻ കുറച്ചു ദൂരം ഓട്ടം പോയതാ. രാവിലെ തിരിച്ചു. അതിനൊരു ടാക്സിക്കാരാണോടാ? ഇതൊരു ബന്ധുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. അല്ല ഗൗരി, നിങ്ങളോട് ഞാൻ നന്ദനെ കാണാൻ പോയെന്ന് പറഞ്ഞല്ലേ? അവൾ ആള് കൊള്ളാലോ. ഇന്നങ്ങോട്ട് ചെല്ലട്ടെ. ദേ നോക്ക്, അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പോലീസിനോട് പറയുന്നതാ നല്ലത്. അല്ലെങ്കിലേ ഞങ്ങൾ നിന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സമയം വന്നാ ഇന്നിപ്പോ ഞങ്ങളെ കബളിപ്പിച്ചതിന്റെ വാട്ടവും പലിശയും അന്ന് തീർക്കും. സാറേ, ഞാനൊരു കുറ്റവാളിയല്ല. ഒരു കുറ്റവും ചെയ്തിട്ടുമില്ല. എടാ, കുറ്റവാളിയെ സഹായിക്കുന്നതും കുറ്റം തന്നെയാ. ദേ മുരളി, ഞങ്ങൾ നിന്റെ പുറകെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോ. കള്ളം പറഞ്ഞും കള്ളം കാണിച്ചൊന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. മര്യാദയ്ക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞ് തടി രക്ഷപ്പെടുത്താൻ നോക്ക്. സാറേ, എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാനാ സാറേ? പൊയ്ക്കോ പൊയ്ക്കോ. ഇപ്പൊ തന്നെ കൊണ്ടുപോയി രണ്ടെണ്ണം കൊടുത്തിരുന്നെങ്കിലേ അവൻ പറയേണ്ട രീതി പറഞ്ഞേനെ. മാഡം തീരുമാനിക്കട്ടെ, നമുക്ക് പോവാം. ഇത് എത്ര നേരമായി അപ്പച്ച അടുക്കള കയറിയിട്ട്? നീ എന്നെ വിടാത്തതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാത്തത്. ഇന്നെന്തായാലും ഊണ് അടിപൊളിയായിരിക്കും. ആ സാറിനുള്ള പാചകല്ലേ നടക്കുന്നത്. അയ്യോ എന്റെ കർത്താവേ! മോളെ, ഇതൊന്നും നോക്കിക്കേ.
എനിക്ക് എന്തോന്നിത് ഉപ്പില് വെള്ളം ഒഴിച്ചതാ? കയ്യിന്ന് പോയടി മോളെ. കൊളമായി. അയ്യോ, അവള് പറഞ്ഞ ശരിയാ. ഇനിയിപ്പൊ എന്നാ ചെയ്യും കൊച്ചേ? ഇതിലിനി പരീക്ഷണമൊന്നും വേണ്ട. അയ്യോ, എസ്തപ്പം വരുമ്പം ഭക്ഷണം ശരിയായില്ലെന്ന് പറഞ്ഞ എന്റെ മേക്കെട്ട് കിടന്ന് ചാടും. ചാടും. മോക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുമോ? പെട്ടെന്നിപ്പോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നന്ദുന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട്. ഒരു തക്കാളി ചമ്മന്തിയാ. അത് കിട്ടിയാ നന്ദുന് പിന്നെ വേറൊന്നും വേണ്ട. അയ്യോ, ഇവിടെ വന്നേക്കുന്ന ആളിത് കഴിക്കുമെന്ന് എനിക്കറിയില്ല. കഴിച്ചാലും കൊള്ളാം, കഴിച്ചില്ലാലും കൊള്ളാം. എനിക്ക് എസ്തപ്പാന്റെ കയ്യിൽ നിന്ന് ചീത്ത വിളി കേൾക്കാൻ വയ്യ. മോള് വാ വാ, ഒന്ന് വന്നേ. മോള് എങ്ങനെയാലും ആ തക്കാളി ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി തന്നാ മതി. ആരാ? പ്രകാശ് സാറ്? അതെ, ഇത് ദേവികയുടെ വീടല്ലേ? അതെ, ദേവിയച്ചിയുടെ അനിയത്തിയാ ഞാൻ. ഓ, അച്ഛനിവിടെ ഇല്ലേ? ഒന്ന് കാണാൻ വേണ്ടി വന്നത്. ഉണ്ട്, വരണം സർ. ആ, അമ്മേ, പ്രകാശ് സാർ വന്നിട്ടുണ്ട്. നമസ്കാരം. അമ്മേ, സീരിയലിലൊക്കെ അഭിനയിക്കുന്ന എനിക്കറിയാം. ചന്ദ്രോത്തുമായി എന്തോ ബന്ധമുണ്ടല്ലേ? അതെ, ഗിരീഷേട്ടന്റെ കസിനാ ഞാൻ. ചന്ദ്രോത്തെ രജനി ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്നത് ഗിരീഷേട്ടനാ. ഞാൻ ചന്ദ്രോത്ത് പലവട്ടം പോയി. ദേവി എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലേ. ഇരിക്കാം. ഞാനും ഗിരീഷേട്ടനും പല പ്രാവശ്യം ആലോചിച്ചതാ ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ ഇവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ മനസ്സ് വന്നില്ല. വരുന്നതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ സാറേ. ആ മോളെ, അച്ഛനെ വിളിക്കേ. ദേവിക ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ അപ്പച്ചി ഗിരീഷേട്ടന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. നല്ല കാര്യങ്ങൾ മാത്രമേ ദേവിക പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എൻ്റെ മോൾ അങ്ങനെയാ സാറേ. അവളെ ദ്രോഹിക്കുന്നവരെ പോലും അവൾ സ്നേഹിക്കും. സാറിരിക്കെ. ആ, ഇരിക്കാം. സർ, ചായ എടുക്കട്ടെ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. പാവം ദേവിക, ഇത്രയും കാലം ആ കുട്ടി കാണാതെ നിങ്ങളിങ്ങനെ. നല്ലത് ചെയ്യുന്നവർക്കാ ഇപ്പൊ കഷ്ടകാലം. മീരെ ആരാ കൊന്നതെന്ന് പോലും അറിയില്ല. പക്ഷേ എല്ലാവരും നേരത്തെ കൂട്ടി തീരുമാനിച്ചു ദേവികയാണ് കുറ്റവാളിയെന്ന്. അല്ല, നന്ദൻ അറിയായിരിക്കുമല്ലോ ദേവി എവിടെയാണെന്ന്. ഇല്ല സാറേ, നന്ദമോനും അറിയില്ല. ഇപ്പോ നന്ദനെ എല്ലാവരും കൂടെ സംശയിക്കുന്നതുകൊണ്ട് മാറി നിൽക്കുന്നതല്ലേ. ചിലപ്പോ ചന്ദ്രോത്തെ സിദ്ധാർത്ഥൻ സാറിനും രജനി മോൾക്കും ഒക്കെ കാര്യങ്ങൾ അറിയായിരിക്കും. സാറ് ചന്ദ്രത്തേക്ക് ഇപ്പോഴെങ്ങാൻ പോയിരുന്നോ? ഇല്ല, മീരയുടെ മരണം മുതൽ മിക്കവാറും ബലരാമൻ സാറിന്റെ വീട്ടിൽ പോവായിരുന്നു ഞാൻ. ഓ, അതിൻ്റെ ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവാം.
മോളെ കാണാതായ പിന്നെ ഞങ്ങൾക്കും അവിടുത്തെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ ദേവികയും നന്ദനും എവിടെയുണ്ടെന്ന് അവിടെയുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലേ? ഏയ്, അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയില്ലേ? എന്താന്ന് ഒന്നും അറിയില്ല. അവിടെ ചെന്ന് അന്വേഷിക്കാന്ന് വെച്ചാ അതിനും പറ്റില്ലല്ലോ ഞങ്ങൾക്ക്. എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് പോവാം, കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം. അവിടെ പോയാ എല്ലാം അറിയാൻ സാധിക്കും സാറേ. ശരിക്കും പറഞ്ഞാ അങ്ങോട്ട് പോകുന്നതിൽ മനസ്സും അനുവദിക്കുന്നില്ല. എങ്കിലും ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോവാതിരിക്കാനും വയ്യല്ലോ. എങ്കിലും അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും അറിയുകയാണെങ്കിൽ വിളിച്ചറിയിക്കണേ സർ. ഞാൻ അറിയിക്കാം. രാധിക, സാറിനൊരു ചായ എടുക്കുക. ഏയ്, അതൊന്നും വേണ്ട. സാരമില്ല സാറേ, ആദ്യമായിട്ട് വരുന്നതല്ലേ. ചെല്ല്. ഇപ്പൊ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മുസ്തഫൻ ചേട്ടാ, ആരാ ആഹാരം ഉണ്ടാക്കുന്നത്? എന്റെ പെങ്ങൾ എലിയാമച്ചി. ഭക്ഷണം തീരെ ശരിയായില്ലല്ലേ സാറേ? ഏലിയാമച്ചി ഉണ്ടാക്കുന്നൊക്കെ കണക്കാ. സത്യം പറയാലോ, ഊണ് കഴിക്കാൻ ഒരു മൂടില്ലായിരുന്നു. എസ്തപ്പൻ ചേട്ടൻ കൊണ്ടുവന്നപ്പോ കഴിച്ചില്ലെങ്കിൽ വിഷമായാലോ എന്ന് വിചാരിച്ചിട്ടാ കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ ആട്ടിപ്പൊളി. വെറുതെ സാറിന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഏലിയമ്മച്ചി ഉണ്ടാക്കുന്നൊന്നും എനിക്ക് പിടിക്കില്ല. ചേരുവകളും ശരിയാവില്ല സാറേ. ഏയ്, ഞാൻ സത്യം പറഞ്ഞേ. ഇതെന്റെ ഭാര്യ പാചകം ചെയ്യുന്ന പോലുണ്ട്. ദേ, ഈ തക്കാളി ചമ്മന്തി ഇതെന്റെ ഫേവറേറ്റാ. വീട്ടില് എനിക്ക് വേണ്ടി ഇതവള ഉണ്ടാക്കുന്നേ. എങ്കിലും അവളായിരിക്കും. ആര്? മോളെ. അവള് ഇടയ്ക്ക് പാചകമൊക്കെ ചെയ്യും. സാറേ, ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുക. എന്താ സാറിന്റെ പ്രശ്നം? എന്തിനാ സാർ മാറിയിരിക്കുന്നേ? അത് ഞാൻ പറയാം സുബൻ ചേട്ടാ. പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാം പറഞ്ഞിരിക്കും. മതി 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 സാർ, സമാധാനമായിട്ട് കഴിക്കുക. എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ. അപ്പച്ചിനി കുറച്ചു ദിവസം അടുക്കളയിൽ കയറണ്ട. ഈ ചേച്ചി ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാ. ആഹാ, എന്നാലേ ഞാൻ എന്റെ പാട് നോക്കി അങ്ങ് തിരിച്ചു പോയിക്കോളാം. ആ പോക്കോ, എനിക്ക് എന്റെ ചേച്ചി ഉണ്ടല്ലോ. അയ്യടി കള്ളി. എലിയാമച്ചി, ഇന്നത്തെ ഭക്ഷണമേ സാറിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനല്ല, ദേ ഈ കൊച്ചല്ല ഉണ്ടാക്കിയത്. അങ്ങനെ വരട്ടെ. സാറിന്റെ ഭാര്യ ഉണ്ടാക്കുന്ന അതേ രുചി എന്നാ പറഞ്ഞേ. ഭാര്യയും കൊച്ചുമൊക്കെ ഉള്ള ആളാണോ? എന്നിട്ടാണോ ഇങ്ങനെ ഒളിച്ചു കഴിയുന്നേ? ചേച്ചിയെ പോലെ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടതാവും. അതെ അതെ. മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിലും ഭാര്യ വെച്ച ആഹാരമാണെന്ന് തോന്നൽ പുള്ളി നന്നായിട്ട് കഴിച്ചു. പിന്നെ
ആ തക്കാളി ചമ്മന്തിയാ കാര്യമായിട്ട് ബോധിച്ചേ. ആഹാരം ഉണ്ടാക്കുമ്പോ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ രുചി മാത്രമേ അറിയുള്ളൂന്ന്. കഴിച്ച ആള് പറയുന്നു ഭാര്യ വെച്ച ആഹാരം പോലെ തോന്നിയെന്ന്. കൊള്ളാലോ. ഇട്ടേ ഇട്ട് ദേ ഇവിടെ. നന്ദനോ സിദ്ധാർത്ഥൻ സാറോ ബലരാമൻ സാറോ ഇവരാരും തന്നെ പുകവലിക്കുന്ന ശീലം ഉള്ളവരല്ലെന്ന അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ബലറാം സാറ് ഇടയ്ക്ക് സ്മോക്ക് ചെയ്യാറുണ്ട്. അത് മീരയുടെ മരണത്തിന് ശേഷം തുടങ്ങിയെന്ന അറിയാൻ കഴിഞ്ഞത്. പുറത്തു നിന്ന് വന്ന ഒരാൾ തന്നെയാണ് ഈ സിഗരറ്റ് വലിച്ചിരിക്കുന്നത്, അല്ലേ മാഡം? അവിടെ വന്ന ഏതെങ്കിലും ഗസ്റ്റ് വലിച്ചിട്ടതാവാൻ വഴിയില്ല മാഡം. സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾക്ക് പുകവലിക്കണമെന്ന് തോന്നിയാൽ ആ വീടിന്റെ പാർക്കിംഗ് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്കോ അല്ലേ മാറി നിൽക്കുള്ളൂ. സ്വാഭാവികമായും അങ്ങനെയല്ലേ സംഭവിക്കുക. ഇതിപ്പോ വീടിന്റെ ടെറസിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോ ആ വീട്ടുകാരോ ആ കുടുംബവുമായിട്ട് അത്ര ബന്ധമുള്ളവരെ ആവാനേ വഴിയുള്ളൂ. മോഷണം നടക്കുന്നതിന് മുൻപേ കള്ളന്മാർ, ഒരു ക്രൈം ചെയ്യുന്നതിന് മുൻപ് ചില കുറ്റവാളികൾ, ഇവരൊക്കെ അവരുടെ മാനസിക സമ്മർദ്ദം ഒന്ന് കുറയ്ക്കാനായി സിഗരറ്റ് വലിക്കാറുണ്ട്. മാഡം, ആ കലാവധി എന്ന ആദ്യ അവസാനം ഫംഗ്ഷനിലുണ്ടായിരുന്നു. കലാവധിയുടെ ഫോണിലേക്ക് കാർത്തികയും വിളിച്ചിട്ടുണ്ടെന്ന് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെ മാഡം, നമ്മൾ ആദ്യം സംശയിച്ചതുപോലെ ആ കാർത്തികൻ അന്നവിടെ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അയാൾ ഉപയോഗിച്ചതാണോ ഈ സിഗരറ്റ്? നമുക്ക് അവരിലേക്കും കൂടി അന്വേഷണം കേന്ദ്രീകരിക്കണ്ടേ മാഡം? പിരിയരുത് ജീവനുള്ള കാലം വരെ. നല്ലതേ വരൂ. കിളിവാതിൽ അഴയിലഴകിന്റെ തിങ്കളായി നീ, ശ്രുതിലയമൊരു മോഹന സംഗീതമായി, പ്രിയതരമൊരു മധുമൊഴി പോൽ കരളമായി പാടു പ്രണയമേ, മിഴിമലരിലെ ഇതൾ മുനയിൽ മഞ്ഞിൻ ചുംബനയാമമായി രാഗകുങ്കുമം ചാർത്തിടാം. സാറേ, എന്താ സാറേ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇവിടുത്തെ സൗകര്യങ്ങളൊന്നും സാറിന് പോരായിരിക്കുമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരിടം കിട്ടിയത് തന്നെ ഭാഗ്യം. ഡിസംബർ മാസത്തിന്റെ തണുപ്പല്ലേ? ഒരു കമ്പിളി പുതപ്പാ. ഓ
ഞാൻ ഷീറ്റ് എടുക്കാൻ മറന്നിരുന്നു. സാറ് ഒറ്റയ്ക്കല്ലേന്ന് കരുതിയാ വന്നത്. അല്ല, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ. എന്നാ പറഞ്ഞ ഞാൻ പോട്ടെ സാറേ. ആഹാരം കഴിച്ചു വെച്ചെങ്കിൽ ആ പാത്രം തന്നേരെ, രാവിലെ കൊണ്ടുവരണ്ടല്ലേ? ആ ശരി, ഇപ്പൊ എടുത്തരാം. ഓ ഓ എന്നാ ശരി സാറേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി. അമ്മേ, അച്ഛൻ വിളിക്കുന്നു. എന്താ കാര്യം? അതറിയില്ല. കമ്പനിയിൽ നിന്ന് സിഇഒയും അഡ്വക്കേറ്റും വന്നിട്ടുണ്ട്. എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറ. കമ്പനിയുടെ ഇപ്പോഴത്തെ ആസ്തിയും വരവ് ചെലവ് കണക്കുകളും സാറിന് ഫോർവേഡ് ചെയ്തിരുന്നു. കണ്ടു കാണുമല്ലോ. നോക്കിയില്ല, നോക്കാം. ഇത് ഹാർഡ് കോപ്പി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കെ. ഇന്നലെ ബലരാമൻ സാറുമായി ഞങ്ങൾ ഒരുപാട് നേരം ചർച്ച നടത്തി. അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.